പാലിക്കരയിൽ വീണ്ടും ടോൾ പിരിക്കാൻ തീരുമാനം. ടോൾ പിരിവിന് ഹൈക്കോടതിയുടെ അനുമതി നൽകിയിരിക്കുകയാണ്. മാസങ്ങൾക്കിപ്പുറം പലതവണയായി കോടതി പരിഗണിച്ചതിനു ശേഷം, പലതവണ നീട്ടിവെച്ചതിനു ശേഷം ഇപ്പോൾ ഉപാധികളോടെ ടോൾ പിരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഉത്തരവിലേക്ക് എത്തിയതെന്നാണ് അറിയേണ്ടത്. ഹൈക്കോടതി ഇപ്പോൾ ടോൾ പിരിക്കാൻ അനുമതി നൽകുന്നത് എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അറിയേണ്ടത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, എന്താണ് കോടതി ഉത്തരവ്? സ്മൃതി, ഇതിൽ ഒറ്റ ഉപാധിയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ സെപ്റ്റംബർ 1 മുതൽ പുതിയ നിരക്ക് ഈടാക്കാൻ വേണ്ടി ഈ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരുന്നു. പക്ഷേ അത്തരം ഒരു പുതിയ നിരക്ക് ഈടാക്കരുത് എന്നാണ് ഹൈക്കോടതി നൽകിയ ഉത്തരവ്. അതുകൊണ്ട് തന്നെ ടോൾ കൂടിയ നിരക്ക് ഈടാക്കാനാവില്ല. പക്ഷേ ടോൾ തുടരാം, പഴയ നിരക്കിൽ ടോൾ തുടരാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്നു മുതലാണ് ആ ടോൾ പിരിക്കാനുള്ള അനുമതി. പാലിയക്കരയിലെ ടോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. മരവിപ്പിച്ച ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പരിഷ്കരിക്കുകയും ചെയ്തു. ടോൾ പുനഃസ്ഥാപിച്ചത് വ്യവസ്ഥകളോടെയാണ്. ദേശീയപാത എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണം എന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി. എത്രയും വേഗം എന്ന് പറയുമ്പോൾ അതിന് സമയപരിധി നിശ്ചയിക്കുന്നുണ്ടോ കോടതി? അത്തരമൊരു സമയപരിധി നിശ്ചയിക്കുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇനിയും നീണ്ടുപോകാനാകില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ദേശീയപാത ഗതാഗത യോഗ്യമാക്കണം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. കഴിഞ്ഞ 72 ദിവസമാണ് ടോൾ മരവിപ്പിച്ചത്. ഈ ടോൾ മരവിപ്പിച്ചത് ദേശീയപാത അതോറിറ്റിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. കഴിഞ്ഞ 10 തവണ 9 തവണയിലെ ആവശ്യവും അംഗീകരിച്ചില്ല. 10ാം തവണ ഉന്നയിച്ച ആവശ്യമാണ് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സെപ്റ്റംബർ 1 മുതൽ പുതിയ നിരക്ക് ഈടാക്കാൻ വേണ്ടി ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരുന്നു. ആ നിരക്ക് ഈടാക്കാനാവില്ല. അത് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി പുതിയ നിരക്ക് ഈടാക്കുന്നത് തടഞ്ഞു. അത് ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി കൂടിയാണ്. പുതിയ നിരക്ക് തൽക്കാലം അവിടെ ഇരിക്കട്ടെ, പഴയ നിരക്ക് തന്നെ തുടർന്നാൽ മതി. നിങ്ങൾക്ക് ടോൾ പിരിക്കാം, പക്ഷെ പഴയ നിരക്കിൽ തന്നെ ടോൾ പിരിച്ചാൽ മതി എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് കഴിഞ്ഞ ഏറെ നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ആമ്പല്ലൂരിലായാലും ശരി, മുരിങ്ങൂരിലായാലും ശരി, മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ആയാലും ശരി, വലിയ ഗതാഗത കുരുക്കാണ്. ഇതാണ് ജില്ലാ കളക്ടർ ഇന്നും കോടതി അറിയിച്ചത്. സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, അക്കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചത് ഈ ടോൾ പിരിവ് തടഞ്ഞത് മൂലം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദേശീയപാത അതോറിറ്റിക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യമാണ്. അക്കാര്യവും കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ നടപടി. ദേശീയപാത അതോറിറ്റിക്ക് ടോൾ പിരിക്കാം, പക്ഷേ കർശനമായ ഒരു ഉപാധി വെച്ചിരിക്കുന്നു. പുതുക്കിയ ടോൾ പിരിക്കാനാവില്ല. പഴയ ടോൾ നിരക്കിൽ തന്നെ ടോൾ പിരിവ് തുടരണം. ഈ ടോൾ പിരിവ് സസ്പെൻഡ് ചെയ്തതിനു ശേഷം, മരവിപ്പിച്ചതിന് ശേഷമാണ് ദേശീയപാത അതോറിറ്റി പുതിയ നിരക്ക് ഈടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പഴയ നിരക്ക് തന്നെ എന്ന് പറയുമ്പോൾ ശ്യാം, ഇപ്പോൾ ആ പഴയ നിരക്ക് ഇപ്പോൾ മുതൽ പിരിക്കാം എന്നതാണോ ഉത്തരവ്? സ്മൃതി, ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതിങ്ങനെയാണ്. നേരത്തെ ഏത് നിരക്കിലുള്ള ടോളാണോ ഓഗസ്റ്റ് 6 വരെ പിരിച്ചിരുന്നത്, അതേ ടോൾ മാത്രമേ ഇപ്പോഴും ഈടാക്കാനാവൂ. ഓഗസ്റ്റ് 6 ശേഷം ഈ ടോൾ നിരക്ക് മരവിപ്പിച്ചതിന് ശേഷമാണ് ദേശീയപാത അതോറിറ്റി പുതിയ ടോൾ പിരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നത്. ആ പുതിയ നിരക്കനുസരിച്ച് ടോൾ പിരിവ് നടത്താനാവില്ല. പഴയ നിരക്കനുസരിച്ചുള്ള ടോൾ തന്നെ തുടരുകയും ചെയ്യും. അത് യാത്രക്കാരെ സംബന്ധിച്ച്, ഈ ദേശീയപാത ഉപയോഗിക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഹൈക്കോടതി ആ രീതിയിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഉയർത്തിയ നിരക്ക് ഈടാക്കാനാവില്ല എന്നതാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന, ദേശീയപാത അതോറിറ്റി മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും കടുത്ത നിബന്ധന. അത് ദേശീയപാത അതോറിറ്റിക്ക് പുതുക്കിയ നിരക്ക് ഈടാക്കാനാവില്ല എന്നത് കനത്ത തിരിച്ചടി തന്നെയാണ്. പക്ഷേ ദേശീയപാത അതോറിറ്റിക്ക് ടോൾ പിരിവ് തുടരാം. 72 ദിവസങ്ങൾക്ക് ശേഷമാണ് ടോൾ പിരിവിന് അനുമതി നൽകുന്നത്. ആ ടോൾ പിരിവിന് അനുമതി നൽകുമ്പോൾ അത് ദേശീയപാത അതോറിറ്റിക്ക് ആശ്വാസമാണ്. കാരണം ഓഗസ്റ്റ് 6 ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെയാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിക്കുന്നത്. ഇതിനെതിരെ ദേശീയപാത അതോറിറ്റിയും കരാറുകാരുമൊക്കെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് കടുത്ത വിമർശനമാണ് ദേശീയപാത അതോറിറ്റിക്ക് ഏൽക്കേണ്ടി വന്നത്.
പ്രത്യേകിച്ചും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ചിൽ. അത് മലയാളി ജഡ്ജി കൂടിയായ ജസ്റ്റിസ് കെ വിനോദചന്ദ്രൻ കൂടി അംഗമായ ബെഞ്ചാണ്. അവിടെ നിന്ന് ജസ്റ്റിസ് കെ വിനോദചന്ദ്രന് ഈ പാതയിലെ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യവും കൂടിയാണ്. അതുകൊണ്ട് കടുത്ത വിമർശനമാണ് അവിടെ നിന്ന് നേരിടേണ്ടി വന്നത്. തുടർന്നാണ് കഴിഞ്ഞ 8 തവണയും ഈ ആവശ്യം ഹൈക്കോടതിക്ക് മുന്നിൽ ദേശീയപാത അതോറിറ്റി ഉയർത്തിയത്. ദേശീയപാത അതോറിറ്റിയുടെ ഉറപ്പ് തൽക്കാലം വിശ്വസിച്ചുകൊണ്ടാണ് ഉപാധികളോടെ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ജേസൺ ചാമളപ്പുണ്ട്. ജേസൺ, ഇപ്പോൾ പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിക്കാം, പുതുക്കിയ നിരക്ക് അനുവദിക്കണമെന്നുള്ള ആവശ്യം എന്തായാലും കോടതി അംഗീകരിച്ചിട്ടില്ല. പഴയ നിരക്ക് തന്നെ പിരിക്കാം, പക്ഷെ എത്രയും വേഗം ഈ ഗതാഗതക്കുരുക്കിൽ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് കോടതി പറയുന്നത്. നമുക്കവിടെ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. സ്മൃതി, തീർച്ചയായും ഈ വരുന്ന സെപ്റ്റംബർ 1-ാം തീയതിയാണ് പുതുക്കിയ നിരക്ക് ദേശീയപാത അതോറിറ്റി പുനഃസ്ഥാപിക്കുന്നത്. പക്ഷേ അത് പിരിക്കാൻ പാടില്ല എന്നാണ് ഏറ്റവും പുതിയ ഉത്തരവിലൂടെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 75 ദിവസത്തിലധികമായി ഇപ്പോൾ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായിരുന്നു. അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് കിലോമീറ്ററോളം വാഹനങ്ങൾ കുരുക്കിൽ കിടക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. നിരവധി പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ തന്നെ ഉടലെടുത്ത സ്ഥിതിയുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. താൽക്കാലികമായ ടോൾ പിരിക്കും നിർത്തിവെക്കുന്നത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ടോൾ കമ്പനിയും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയും പോയി. പക്ഷേ അത് സുപ്രീം കോടതിയും ആ ഉത്തരവ് ശരിവെക്കുകയായിരുന്നു. അതിനുശേഷം നിരന്തരമായ ജില്ലാ കളക്ടറുടെ ഉത്തരവും ജില്ലാ കളക്ടർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസം നീണ്ടു നിന്നത്. ഇപ്പോൾ പുതിയ നിരക്ക് അല്ലാത്ത പഴയ നിരക്കനുസരിച്ച് ഇപ്പോൾ ടോൾ പിരിക്കാനായിട്ടുള്ള അനുമതി നൽകിയിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സ്വാഭാവികമായും ടോൾ പിരിക്കുന്ന സ്ഥലത്ത് പാലിയേക്കര ടോൾ പ്ലാസയുടെ സമീപത്ത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്കുണ്ടാകും. അതിനെ തുടർന്ന് തൊട്ടടുത്ത് വരുന്ന ആമ്പല്ലൂർ ഉൾപ്പെടെയുള്ള അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലേക്കും ഈ ഗതാഗത കുരുക്ക് നീളും. വരും ദിവസങ്ങളിലും ഇതൊരു വലിയ പ്രശ്നമായി തന്നെ തുടരുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. വീണ്ടും ടോൾ പിരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകുമ്പോൾ 70 ദിവസങ്ങൾക്ക് ശേഷമാണ് കോടതി അനുമതി നൽകുന്നത്. ഉപാധികളോടെയാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്.